മോൻസൺ മാവുങ്കൽ കള്ളപ്പണ ഇടപാട് കേസിൽ പരാതിക്കാരുടെ സാമ്പത്തിക ഉറവിടവും തേടി ഇഡി. മോൻസന് നൽകിയ 10 കോടിയിൽ 2 കോടി 10 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് കണക്കുകളെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൂടി പരിശോധിച്ച് തട്ടിപ്പിന് ഇരയായതായി പറയുന്നവരുടെ മൊഴിയുമെടുക്കും. പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോൻസൺ മാവുങ്കലിന്റെ കള്ളപ്പണ ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച ഇഡി മോൻസന്റെ 1 കോടി 88 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടിയിരുന്നു. വീട്, നിക്ഷേപങ്ങൾ ഉൾപ്പെടെയായിരുന്നു കണ്ടുകിട്ടിയത്. പരാതിക്കാർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിന് കൂടിയായിരുന്നു തുടർ നടപടികൾ. എന്നാൽ 10 കോടി രൂപ മോൻസന് കൈമാറിയവരുടെ സാമ്പത്തിക സ്രോതസ്, മറ്റ് പണമിടപാടുകൾ, കള്ളപ്പണം കൈമാറിയിട്ടുണ്ടോ എന്നതിലൊന്നും എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടന്നിരുന്നില്ല. മോൻസന് നൽകിയ 10 കോടിയിൽ 2 കോടി 10 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് കണക്കുകൾ ഉള്ളതെന്നും ഹവാല ഇടപാടുകൾ പരാതിക്കാർ നടത്തിയിട്ടുണ്ടെന്നും മോൻസനുമായി നടന്ന 7 കോടി 90 ലക്ഷവും ഹവാലയായി എത്തിയതാണെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഹവാല ഇടപാടിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് ഇഡിക്ക് നൽകുന്ന റിപ്പോർട്ട് കൂടി പരിശോധിച്ച് ഇഡി തുടർ നടപടികളിലേക്ക് കടക്കും. വാങ്ങിയ 10 കോടി രൂപ മോൻസൺ മാവുങ്കൽ എവിടെയെല്ലാമാണ് നിക്ഷേപമാക്കി മാറ്റിയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫെമ നിയമപ്രകാരം തടഞ്ഞുവച്ചിരിക്കുന്ന 2.5 ലക്ഷം കോടിയോളം രൂപ വിട്ടുകിട്ടാനാണെന്ന് പറഞ്ഞായിരുന്നു മോൻസൺ 10 കോടി രൂപ വാങ്ങിയത്. പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണം നഷ്ടമായവരും നിയമക്കുരുക്കിലാകും. ജനം, കൊച്ചി.